നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. ആടുജീവിതം എന്ന ലോകപ്രസിദ്ധമായ മലയാള നോവലിന്റെ ആമുഖത്തിൽ അതെഴുതിയ ബെന്യാമിൻ കുറിച്ചതാണ് ഈ വരികൾ. പ്രവാസി മലയാളിയായ ഒരു നിസ്സഹായന്റെ മരുഭൂമിയിലെ നീറുന്ന ജീവിതം കോറിയിട്ട ആടുജീവിതം ചലച്ചിത്രമായെത്താൻ പോകുമ്പോൾ ഒരു കാലത്ത് കെട്ടുകഥകളെ പോലും വെല്ലുന്ന ജീവിതം നയിച്ച ആറാട്ടുപുഴക്കാരൻ ഷുക്കൂർ എന്ന വിളിപ്പേരുള്ള നജീബ് ശ്രദ്ധാകേന്ദ്രമാകുകയാണ്. പ്രവാസിയായിരുന്ന നജീബിന്റെ ജീവിതകഥയാണ് ആടുജീവിതം. ദിവസങ്ങൾക്കുള്ളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ആടുജീവിതം എന്ന സിനിമയെ എല്ലാവരെയും പോലെ കാത്തിരിക്കുകയാണ് നജീബും. നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ്. കെട്ടുകഥകളേക്കാൾ തീവ്രമായ അനുഭവങ്ങളാണ് നജീബ് ഒരിക്കൽ ബെന്യാമിൻ എന്ന എഴുത്തുകാരനോട് വിവരിച്ചത്. ബെന്യാമിൻ അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ മരുഭൂമിയിൽ ഒരു മനുഷ്യൻ നിസ്സഹായനായി മൃഗത്തോടൊപ്പം ജീവിച്ച് ഒരു വേള മൃഗതുല്യനായി പോയതിന്റെ നീറ്റൽ പതിയെ പതിയെ കേട്ടവരിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. നാടിപ്പോൾ സജീവമായി ചർച്ച ചെയ്യുന്ന ആടുജീവിതം എന്ന ചലച്ചിത്രത്തിന് കഥാഹേതുവായ ബെന്യാമിന്റെ നോവൽ ഈ മനുഷ്യന്റെ ജീവിതകഥയായിരുന്നു. ആറാട്ടുപുഴ പത്തിശ്ശേരിൽ ജംഗ്ഷന് തെക്ക് ഭാഗത്ത് തറയിൽ വീട്ടിൽ നജീബ് എന്ന വ്യക്തിയുടെ പ്രവാസ ജീവിതത്തിലെ യഥാർത്ഥ സംഭവ വികാസങ്ങളെ ആസ്പദമാക്കി ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവൽ മലയാള സാഹിത്യത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ നോവലുകളിൽ ഒന്നാണ്. ആടുജീവിതം ചലച്ചിത്രമായി എത്താൻ പോകുമ്പോൾ ഒരു കാലത്ത് കൽപ്പിത കഥകളെ പോലും വെല്ലുന്ന ജീവിതം നയിച്ച ഷുക്കൂർ എന്ന വിളിപ്പേരുള്ള നജീബ് ശ്രദ്ധാകേന്ദ്രമാകുകയാണ്. പ്രവാസിയായിരുന്ന നജീബിന്റെ ജീവിതകഥയാണ് ആടുജീവിതം. ദിവസങ്ങൾക്കുള്ളിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ആടുജീവിതം സിനിമയെ എല്ലാവരെയും പോലെ തന്നെ കാത്തിരിക്കുകയാണ് ഈ നജീബും. ഞാൻ ആദ്യമായിട്ട് ഗൾഫിൽ പോയി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും ഒക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെ സഹിച്ച് 2.5 വർഷം പിടിച്ചു നിന്ന് ഒരു റിയാൽ പോലും ഞാൻ കാണാതാണ് നാട്ടിൽ കയറി വന്നത്. പിന്നെ അങ്ങനെ നാട്ടിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഇതിനെപ്പറ്റി ഒരു കഥ ഒരാളുടെ ഇതൊക്കെ ചോദിക്കലും അങ്ങനെ ബെന്യാമിൻ സാർ ഈ കഥ എഴുതുന്നതും പിന്നെ ഈ കഥ ഓരോരുത്തർ വായിച്ചതും കഥ ഫേമസ് ആവുകയും പിന്നെ ഇപ്പോൾ അത് കഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് വിറ്റുമാറിയൊരു നോവലായിരുന്നു. ഇത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റുമാറിയ നോവലാണ് ഈ ആടുജീവിതം എന്ന നോവൽ. ഇന്നിപ്പോൾ അത് പടവും കൂടെ ആവുകയാണ്. അപ്പോൾ അതും വൻ വിജയമാകുമെന്നാണ് പറയുന്നത്. പക്ഷേ എല്ലാവരും ഭയങ്കര നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത്. ഞാൻ ഈ അടുത്ത് ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്തോതിന് പോയിരുന്നു. അപ്പം അവിടെ ചെന്ന് ഇതെല്ലാം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. എന്നിട്ട് ആ അനുഭവം തന്നെയാണ് ആ കഥയിൽ ഇതിനകത്ത് കാണിക്കുന്നതെല്ലാം. അപ്പോൾ ഈ ആടുജീവിതം എന്ന നോവലിനകത്ത് ഏറ്റവും വലിയൊരു നടനാണ് അഭിനയിക്കുന്നതും. പിന്നെ അതുകൊണ്ട് ഈ കഥ ഇത് ഫേമസ് ആയപ്പോൾ പോലെ ഇതും ഫേമസ് ആകുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. കാരണം അതേപോലുള്ള ഒരു അനുഭവം ഞാൻ അനുഭവിച്ച അതേ രീതിയിലാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നതെല്ലാം. പൃഥ്വിരാജാണ് ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ആ രംഗങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്ന് അവിടെ അനുഭവിച്ച ആ രംഗങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഈ പടത്തിനകത്തും ഉള്ളത്. കാരണം ഞാൻ ആദ്യത്തെ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആകപ്പോൾ ശരീരം കൊഴിഞ്ഞു വരുന്ന പോലെ ആയിപ്പോയി. എന്നിട്ട് ആ ഓർമ്മ എൻ്റെ മനസ്സിലോട്ട് വന്നു. ബെന്യാമിന്റെ നോവലിനെ അധികരിച്ച് പ്രശസ്ത സംവിധായകൻ ബ്ലസ്സിയാണ് ആടുജീവിതം അഭ്രപാളികളിലേക്ക് എത്തിക്കുന്നത്. നജീബ് ആകുന്നത് നടൻ പൃഥ്വിരാജും. പൃഥ്വിരാജിന്റെയും ബ്ലസ്സിയുടെയും ചലച്ചിത്ര ജീവിതത്തിലെ നാഴികക്കല്ലാകും ഈ സിനിമയെന്ന് ഉറപ്പാണ്. അമല പോളാണ് നായിക വേഷത്തിൽ എത്തുന്നത്. AR റഹ്മാനാണ് സംഗീത സംവിധായകൻ. ശബ്ദ സംവിധാനം ഒരുക്കുന്നത് റസൂൽ പൂക്കുട്ടിയും. ജീവിത പ്രാരാബ്ദം മൂലം 1993 നജീബ് സൗദി അറേബ്യയിലേക്ക് പോകുന്നത്. കടൽ കടക്കുമ്പോൾ ഭാര്യ നിറഗർഭിണി. പ്രതീക്ഷകളുടെ വലിയ പ്രചോദനത്തിലാണ് നജീബ് മണലാരണ്യത്തിലേക്ക് പറന്നിറങ്ങിയത്. എന്നാൽ കാത്തിരുന്നത് സുഖമുള്ള നാളുകളായിരുന്നില്ല. അതിജീവനത്തിന് പ്രാണൻ മാത്രം അല്പം പിന്തുണയുള്ള ദുരിത ദിനങ്ങളായിരുന്നു. അവിടുത്തെ 2 വർഷത്തിലധികമുള്ള കാലത്തെ ജീവിതമാണ് ആടുജീവിതത്തിന്റെ ഇതിവൃത്തമായത്. പറഞ്ഞ ജോലിയല്ല ലഭിച്ചതെന്ന് അവിടെ ചെന്നിറങ്ങി എയർപോർട്ടിൽ നിന്നും വിജനമായ മരുഭൂമിയിലേക്കുള്ള യാത്രയുടെ ഘട്ടത്തിൽ തന്നെ നജീബ് തിരിച്ചറിഞ്ഞു. വിജനമായ മരുഭൂമിയിൽ മസ്ര എന്ന ആടുവളർത്തൽ കേന്ദ്രത്തിലെത്തിയ നജീബ് അവിടെ കൊടിയ ദുരിതങ്ങൾ അനുഭവിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ആടുകളെയും ഒട്ടകങ്ങളെയും പരിപാലിച്ചുകൊണ്ട് പ്രാകൃത ജീവിതത്തിലൂടെ കടന്നുപോയ ആ നാളുകളുടെ ഓർമ്മകൾ ഇപ്പോഴും നജീബിനെ പിന്തുടരുന്നുണ്ട്. എത്ര വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടാലും പ്രതീക്ഷ കൈവെടിയരുതെന്നും അദൃശ്യമായ ഏതോ കരങ്ങൾ നമുക്ക് തുണയാകുമെന്നും അനുഭവത്തിൽ നിന്നും നജീബ് പറയുന്നു. മരുഭൂമിയിൽ നിന്നും രക്ഷപ്പെടാൻ അവസരമൊരുക്കിയ സുഡാനി പൗരനെയും തന്നെ ആഡംബര വാഹനത്തിൽ കയറ്റി രക്ഷാതുരത്തിൽ എത്തിച്ച അറബിയെയും ഓർക്കാത്ത ദിനങ്ങൾ നജീബിനില്ല.
തന്റെ പ്രാർത്ഥനയിൽ മരണം വരെയും ഇവർക്ക് സ്ഥാനമുണ്ടെന്നാണ് നജീബ് പറയുന്നത്. നടക്കില്ലെന്നറിയാമെങ്കിലും അവരെ നേരിൽ കണ്ടൊന്ന് നന്ദി പറയണമെന്ന് മനസ്സ് കൊതിക്കാറുണ്ടെന്നും നജീബ് നൊമ്പരത്തോടെ പറയുന്നു. ബഹ്റിനിൽ ജോലി ചെയ്തിരുന്ന പ്രവാസി എഴുത്തുകാരനായിരുന്ന ബെന്യാമിൻ അതുവരെ കേട്ടിരുന്നതിൽ കൂടുതലും ഗൾഫ് മലയാളികളുടെ വിജയകഥകളായിരുന്നു. കേട്ട കഥകളിൽ നിന്നും വിഭിന്നമായി ഒരു പരാജയ കഥ എഴുതാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നു. സുഹൃത്തായ സുനിൽ പറഞ്ഞ് നജീബിന്റെ കഥ കേട്ടപ്പോൾ ലോകത്തോട് പറയാൻ താൻ കാത്തിരുന്ന കഥ അതായിരിക്കുമെന്ന് ബെന്യാമിന് തോന്നി. സൗദിയിലെ ദുരിത ജീവിതത്തിൽ നിന്നും രക്ഷപ്പെട്ട് 2000-ൽ വീണ്ടും ഗൾഫിലെത്തിയ നജീബ് ബെന്യാമിനെ ബഹ്റിനിൽ വെച്ച് കണ്ടുമുട്ടി. മാവേലിക്കര സ്വദേശി സുനിൽ എന്ന സുഹൃത്തു വഴിയായിരുന്നു ആ കണ്ടുമുട്ടൽ. മണിക്കൂറുകളോളം നജീബുമായി സംസാരിച്ചപ്പോൾ പഴയ ദുരിത കഥകൾ ഒന്നൊന്നായി അനാവരണം ചെയ്യപ്പെട്ടു. നജീബിന്റെ ജീവചരിത്രം തേച്ചുമിനിക്കോ മധുരമുള്ളതാക്കിയോ ചെയ്യേണ്ടതാണെന്ന് തനിക്ക് തോന്നിയില്ല എന്നാണ് ബെന്യാമിൻ വിശദീകരിച്ചത്. 2008-ൽ ബഹ്റിനിൽ നടന്ന പ്രകാശന ചടങ്ങിൽ കവി കുഴൂർ വിൽസണിൽ നിന്നും പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങിയതും നജീബായിരുന്നു. പ്രാരാബ്ദങ്ങൾ ബാക്കിയേറെ ഉണ്ടായിരുന്നുവെങ്കിലും 2020-ൽ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നജീബ് നാട്ടിലെത്തി. നജീബിന്റെ മകൻ സഫീർ ഇപ്പോൾ ഒമാനിലാണ്. മകൾ സഫീനയെ വിവാഹം ചെയ്തയച്ചു. നജീബിന്റെ സങ്കടത്തിലും സന്തോഷത്തിലും കൂട്ടായി ഭാര്യ സഫിയത്ത് ഒപ്പമുണ്ട്. കുടുംബത്തോടൊപ്പം ശിഷ്ടകാലം കഴിയാനാണ് നജീബിന്റെ തീരുമാനം. ബ്ലസ്സിയുടെ ആടുജീവിതം സിനിമയിൽ പൃഥ്വിരാജ് തന്റെ ജീവിതം എങ്ങനെ ആവിഷ്കരിക്കുന്നു എന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നജീബ്. ചില രംഗങ്ങൾ കണ്ടപ്പോൾ തന്നെ തന്റെ കണ്ണു നിറഞ്ഞുവെന്നും നജീബ് പറയുന്നു. CDNet ന്യൂസ്, ആറാട്ടുപുഴ.